Good afternoon, all of you. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആകാശത്ത് മുത്തമിടാം അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവോ? ഓക്കെ, ആ പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പാഠം 7 ആകാശത്ത് മുത്തമിടാം, പേജ് നമ്പർ 29 അല്ലേ? ഓക്കെ, all of you take your textbook. എല്ലാവരും എടുത്തോ ടെക്സ്റ്റ് ബുക്ക്, ശ്രദ്ധിക്കുക. അതില് നമ്മൾ എന്താ പറഞ്ഞത്? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ് എന്ത്? ഊഞ്ഞാലാട്ടം എന്ന് പറഞ്ഞു അല്ലെ? അതിന്റെ അനുഭൂതി പകരുന്ന ഒരു പാഠാണിതെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ആലിൻകൊമ്പത്തെ ഊഞ്ഞാലില് ആടുകയും പാടുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇതിലെ കഥാപാത്രം അല്ലെ? പിന്നെന്താ പറഞ്ഞത്? ആ കുട്ടിയുടെ മനസ്സിൽ നാം വിടുന്ന ആടിയോടി ആകാശത്തോളം ഉയരാനുള്ള ആഗ്രഹം അല്ലെ? അതാണ് നമ്മള് ഇതിന്റെ പാഠത്തിന്റെ ആദ്യ ലൈനിൽ പറയുന്നത് അല്ലെ? പിന്നെന്താ പറഞ്ഞത്? കാറ്റിന്റെ ഗതിവേഗത്തില് കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? കാറ്റിന്റെ ഗതിവേഗത്തിൽ ഊഞ്ഞാലായി മാറുന്ന എന്ത്? ഓലത്തുഞ്ചത്ത്, ഓലത്തിന്റെ തുമ്പ് ഓലഞ്ഞാലക്കിളി ഇങ്ങനെ ആടും അല്ലെ? ആടിയിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഒരു വർണ്ണന, ആടുന്ന ഒരു വർണ്ണനയും കൂടെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോ പിന്നെ പറഞ്ഞെന്താ? മൂന്നാമത്തെ പാരഗ്രാഫ് എന്താ പറഞ്ഞേ? കടവിന് അക്കരയും ഇക്കരയുമുള്ള ആറ്റുവഞ്ചിയുടെ എന്ത്? ആലോല സഞ്ചാരമാണ് തുടർന്നുള്ള വരികളിൽ പ്രതിപാദിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ എന്താ? ആനന്ദത്തോടെ ആടാനും തുഴയാനും അക്കരെയും ഇക്കരെയും ആനന്ദത്തോടെ മുത്തമിടാനും ആറ്റുവഞ്ചിക്ക് ആഗ്രഹമുണ്ട് എന്നല്ലേ? അതാണ് ആ വരികളിൽ പറഞ്ഞത്. അപ്പോ നമ്മൾ ഈ പാഠഭാഗം ഏകദേശം കഴിഞ്ഞാണ് അല്ലേ? അല്ലേ മക്കളെ? കഴിഞ്ഞില്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ആദ്യ ഭാഗങ്ങളും ഫുൾ എടുത്തില്ലേ മിസ്? അത് ആ പാഠത്തിന്റെ ആക്ടിവിറ്റി എല്ലാം ഉണ്ടത് അല്ലേ? പാഠം പറഞ്ഞില്ലേ? അപ്പൊ അതാണ് ഇതിൽ പറയുന്നത് അല്ലേ? അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാം മിസ്, ഇത് ശ്രദ്ധിക്കണം എല്ലാവരും. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം. അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലഞ്ഞാലി കുഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം. അങ്ങേ കടവത്തിങ്ങേ കടവത്താറ്റു വഞ്ചിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കരെ ഇക്കരെ മുത്തമിടാം. അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആകാശത്ത് മുത്തമിടാം എന്ന പാഠം നമ്മൾ പഠിച്ചു. ഊഞ്ഞാലാട്ടത്തിന്റെ വർണ്ണനയെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു വിനോദമാണ് ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇതില് ആലിൻകൊമ്പത്തെ ഊഞ്ഞാലിൽ ആടുകയും പാടുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് കഥാപാത്രം എന്ന് പറയുന്നത് അല്ലേ? അപ്പോ അതെല്ലാം നമ്മള് വിശദീകരിച്ച് പറഞ്ഞു തന്നല്ലേ അതിന്റെ അർത്ഥമൊക്കെ? അപ്പൊ നെക്സ്റ്റ് പേജ് നമ്പർ 30 അല്ലേ? എല്ലാവരും അപ്പൊ അതില് പഠന പ്രവർത്തനങ്ങളില് ആദ്യത്തത് അങ്ങ് അല്ലേ? അങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ അല്ലേ? അങ്ങ് നമ്മൾ പറയാറില്ലേ? അങ്ങ് ഇങ്ങ് എന്നല്ലേ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങ് എന്ന് പറഞ്ഞാ അല്ലേ? അവിടെ. നെക്സ്റ്റ് എന്താ? നിങ്ങൾ ഇപ്പൊ എഴുതണമെന്നില്ല മക്കളെ, മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം, തെറ്റിക്കരുത്. എഴുതുന്നത് ടെക്സ്റ്റിൽ എഴുതി വെക്കുന്നവർക്ക് എഴുതി വെക്കാം. അങ്ങ് അവിടെ അല്ലേ? നെക്സ്റ്റ് എന്താ? ആറ്റുവഞ്ചി. ആറ്റുവഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? നദീതീരത്ത് വളരുന്ന ഒരിനം ചെറിയ മരാണ് അല്ലേ? ആറ്റുവഞ്ചി, നദീതീരത്ത് വളരുന്ന ഒരിനം ചെറിയ മരം, ആറ്റുവഞ്ചി. പിന്നെന്താണ്? ഓലേഞ്ഞാലി. ഓലേഞ്ഞാലി എന്താണ്? ഒരിനം പക്ഷിയാണ് ഓലേഞ്ഞാലി. എന്താണ് അതിന്റെ കളറൊക്കെ പറഞ്ഞല്ലോ? കുടലിന് തവിട്ട് നിറം, തല കറുപ്പ്, മഞ്ഞച്ചുണ്ട്, നീണ്ട വാലുള്ള ഒരിനം പക്ഷിയാണിത് ഓലേഞ്ഞാലി.
അപ്പൊ നിങ്ങൾ ഒരിനം പക്ഷി എന്ന് എഴുതിയാലും മതി. ഒരിനം പക്ഷി, ഓലേഞ്ഞാലി, നീണ്ട വാലുള്ള ഒരിനം പക്ഷി. ഇതെന്താണ് അടുത്തത്? കടവ്. മറുകര കടക്കാനുള്ള സ്ഥലമാണ് എന്ത്? കടവ്. മറുകര, നമുക്ക് അടുത്ത കരയിലേക്ക് കടക്കാനുള്ള സ്ഥലം, അതാണ് കടവ്. കടവത്ത് തോണി കണ്ടില്ല എന്നെല്ലാം കേട്ടിട്ടില്ലേ നമ്മള്. നെക്സ്റ്റ് തുഞ്ചത്ത്. തുഞ്ചത്ത് പറഞ്ഞ എന്താ അർത്ഥം? അറ്റത്ത്, തുമ്പത്ത് അല്ലേ? കുര്യൻ ജോസഫേ, എന്താ അവിടെ പരിപാടി? അപ്പൊ എന്താണ്? തുഞ്ചത്ത്, അറ്റത്ത്, തുമ്പത്ത്. നെക്സ്റ്റ് മുത്തമിടുക. മുത്തമിടുക പറഞ്ഞ എന്താണ്? ചുംബിക്കുക അല്ലേ? മുത്തമിടുക, ചുംബിക്കുക. മുത്തമിടുക, ചുംബിക്കുക. അപ്പൊ ആദ്യം അങ്ങ്, അവിടെ, ആറ്റുവഞ്ചി, നദീതീരത്ത് വളരുന്ന ഒരിനം ചെറിയ മരം. നെക്സ്റ്റ് ഓലേഞ്ഞാലി, നീണ്ട വാലുള്ള ഒരിനം പക്ഷി. നെക്സ്റ്റ് കടവ്, മറുകര കടക്കാനുള്ള സ്ഥലം, അതാണ് കടവ്. നെക്സ്റ്റ് തുഞ്ചത്ത്, അറ്റത്ത്, തുമ്പത്ത്. മുത്തമിടുക, ചുംബിക്കുക. മുത്തമിടുക, ചുംബിക്കുക. അതായത് അറിയില്ലേ മുത്തമിടുക പറഞ്ഞാല്? നെക്സ്റ്റ് അത് നിങ്ങളെ മിസ് എഴുതി സെൻഡ് ചെയ്തു തരുകയും ചെയ്യാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ തെറ്റിക്കരുതേ. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്താന്നാണ് അല്ലേ? ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത് ആര്? ആരാണ് ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത്? മറന്നുപോയോ പാട്ടിന്റെ കഥയൊക്കെ? ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത് ആര്? ആരാണ് ഓലത്തുമ്പത്ത് ഊഞ്ഞാലാടുന്നത്? അമന്ന, ഓലേഞ്ഞാലിക്കിളിയല്ലേ? ഓക്കെ, അപ്പൊ മിസ് പഠിപ്പിച്ച് മറന്നുപോയ എല്ലാരും? അല്ലെങ്കിൽ നിങ്ങൾ വേഗം സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികള് പഠിപ്പിച്ച കാര്യങ്ങൾ വേഗം ആൻസർ ചെയ്യുന്ന കുട്ടികളാണ് അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കുന്ന താമസം ആൻസർ പറയുന്നവരാണല്ലോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് കൊണ്ട് മറന്നുപോയി അല്ലേ? കുറെ ദിവസം ആയില്ലേ അല്ലേ? അപ്പൊ ആരാണ് ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത്? ഓലേഞ്ഞാലിയാണ് ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത്. ഈ വരികളിലുണ്ടല്ലോ ഇവിടെ, ഇതല്ലേ? അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്ത് ഓലേഞ്ഞാലി ഊഞ്ഞാലി അല്ലേ? ഓക്കെ, ഓലത്തുമ്പത്ത് ഊഞ്ഞാലാടുന്നത് ആരാണ്? ഓലേഞ്ഞാലി അല്ലേ? ഓലേഞ്ഞാലിയാണ് ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത് അല്ലേ? അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോ എങ്ങനെ ചെയ്യണം? ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത് ആര്? ഓലേഞ്ഞാലിയാണ് ഓലത്തുമ്പത്ത് ഊഞ്ഞാലാടുന്നത്. അങ്ങനെയാണ് ആൻസർ ഉണ്ട് അല്ലേ? നിങ്ങൾ ഓലേഞ്ഞാലിന്ന് മാത്രം എഴുതിയാലും നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായില്ലേ, കുറച്ചും കൂടി വൃത്തി എഴുതാ അല്ലേ? അപ്പൊ ഓലേഞ്ഞാലിയാണ് ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത്. അങ്ങനെയാണ്. നെക്സ്റ്റ് കടവത്ത് ആലോലമാടുന്നത് എന്ത്? എന്താണ് കടവത്ത് ആലോലം? ഓക്കെ, അതാരാ പറഞ്ഞിപ്പോ? ആറ്റുവഞ്ചി. ഓക്കെ മിൻഹാജ്. അപ്പോ ആറ്റുവഞ്ചിയാണ് കടവത്ത് ആലോലമാടുന്നത്. ആലോലമാടുന്നത് ആറ്റുവഞ്ചിയാണ് കടവത്ത് ആലോലമാടുന്നത്. മൂന്നാമത്തെ എന്താണ്? എല്ലാരും ശ്രദ്ധിച്ചേ. പകർത്തി എഴുതാം അല്ലേ? പകർത്തി എഴുതാം. അപ്പോ പകർത്തി എഴുതുന്നതില്
ആടാം പാടാം ആകാശത്തൊരു മുത്തമിടാം, ആടാം തുഴയാം അക്കരെ ഇക്കരെ മുത്തമിടാം. അല്ലെ? എന്ത് ചെയ്യണത്? പകർത്തി എഴുതണം. അതുപോലെ നിങ്ങള് പകർത്തി താഴെ എഴുതണം. ഓക്കെ, അത് പകർത്തി എഴുതണേ. എല്ലാ മക്കളും എഴുതുന്നില്ലേ? ആടാം പാടാം ആകാശത്തൊരു മുത്തമിടാം, ആടാം തുഴയാം അക്കരെ ഇക്കരെ മുത്തമിടാം. Flo, please unmute. എഴുതിക്കോ. ഓക്കെ. പാടാം പാടാം ആകാശത്തൊരു മുത്തമിടാം, ആടാം തുഴയാം അക്കരെ ഇക്കരെ മുത്തമിടാം. എഴുതിയോ? എല്ലാ മക്കളും എഴുതണേ. അത് പകർത്തി എഴുതുക. അത് കഴിഞ്ഞുവെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തത് എന്താണ് മക്കളെ? ഫോർത്ത് വൺ എന്താണ്? മാറ്റി എഴുതാം. അല്ലേ? മാറ്റി എഴുതാം. മാതൃക പോലെ മാറ്റി എഴുതാം എന്നെഴുതിയിട്ടുണ്ട്. അല്ലേ? അതിൽ ഫസ്റ്റ് വൺ മുത്തമിടുക, മുത്തമിടാം. അല്ലേ? മുത്തമിടുക എന്താവുക? മുത്തമിടാം എന്നാവും. ഇപ്പൊ നെക്സ്റ്റ് ആടുക എന്താവും? ആടുക ജുവൽ മരിയ, ജുവൽ മരിയ എന്താവും? ആടുക എന്നുള്ളത്. ജുവൽ മരിയ ജോമോൻ, പ്ലീസ് അൺമ്യൂട്ട്. ആടുക എന്താവും? അൺമ്യൂട്ട് ചെയ്തിട്ടില്ല മോളെ. നെക്സ്റ്റ് അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. അനീറ്റ എന്താവും? അനീറ്റ അത് മാതൃക പോലെ ആവുമ്പോ മുത്തമിടുക, മുത്തമിടാം. അതുപോലെ ആടുക എന്നുള്ളത് എന്താവും? ആടാം. ഓക്കെ, കറക്റ്റ്. അപ്പൊ ആടുക, ആടാം എഴുത്. അതിലേക്ക് എടുത്ത് എഴുത്. ആടുക എന്നുള്ളത് ആടാം. ആടുക, ആടാം. നെക്സ്റ്റ് കുര്യൻ ജോസഫേ, പാടുക എന്താവും? പാടുക, പാടാം. പാടുക എന്നുള്ളത് പാടാം. എഴുതാൻ അറിയില്ലേ മക്കളെ നിങ്ങൾക്ക്? ആടുക, ആടാം.
ആടുക എന്നുള്ളത് എന്താവും? ആടാം. ആരാ വരച്ചേ? മുഹമ്മദ് ഷെഖ്സാദ. ആടാം അല്ലേ? ആടുക ആടാം ആവും. പാടുക പാടാം. പാ എഴുതി ആ ചിഹ്നിട്ടു. ടാ എഴുതി ആ ചിഹ്നിട്ടു. എന്ന അനുസ്വാരം ഇട്ടു അല്ലെ? പാടാം. പാടുക പാടാം. എന്തേ മിൻഹാജേ? മിൻഹാജേ ഡൗട്ട് ഉണ്ടോ മോനെ? ഓക്കെ. പാടുക പാടാം അല്ലെ? നെക്സ്റ്റ് തുഴയുകയാണ്. തുഴയുക അല്ലെ? നാലാമത്തെ ലാസ്റ്റ് അതില് തുഴയുക തുഴയാം അല്ലെ? തുഴയാം. ബോർഡിൽ വരക്കരുത് കേട്ടോ മക്കളെ. ഓക്കെ. തുഴയാം. ത വൃത്തി എഴുതിക്കോട്ടോ നിങ്ങള്. ഓക്കെ. ത എഴുതി ഏത് ചിഹ്നം? ഊ ചിഹ്നം അല്ലെ? തു യാ എഴുതിട്ട് ആ ചിഹ്നം ഇട്ടിട്ട് അനുസ്വാരം ഇട്ടു. ഓക്കെ. തുഴയാം. എഴുതി വെക്കുന്നില്ലേ എല്ലാവരും? അപ്പൊ പകർത്തി എഴുതുക കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നാലാമത്തെ വർക്കാണ് മിസ് പറയുന്നത്. ഇപ്പോ അതില് ഒന്ന് മാതൃക പോലെ എന്ന് പറഞ്ഞാൽ അതിൽ തന്നിട്ടുണ്ട്. മുത്തമിടുക മുത്തമിടാം. നെക്സ്റ്റ് ആടുകയിന്റെ ആൻസർ ആണ് ആദ്യം എഴുതിയത്. ഇത് ആടാ. ഇവിടെ നോക്കി എഴുതിക്കോ തെറ്റ് വരുന്നുണ്ടെങ്കിൽ. ആടാം ആടാം. നെക്സ്റ്റ് പാടാം തുഴയാം. മനസ്സിലായോ? എഴുതിയോ? ഫിനിഷ്. ഓക്കെ. എല്ലാരും എഴുതിയോ മക്കളെ? മുഹമ്മദ് അഫ്ലു, അനീറ്റ ഫിനിഷായോ? വിജയൻ ജോസഫ്, എറിക്കെ എഴുതി കഴിഞ്ഞ മോനെ? അലൻ തോമസ്, ബിന്യ. ഓക്കെ. നോക്കി എഴുതിയ അനിഹ മോഹൻ എഴുതിയ മോളെ? ഓക്കെ. ഇതുവരെ എഴുതി കഴിഞ്ഞോ? ഓക്കെ. അനക സുരേഷേ കഴിഞ്ഞോ? ടെസാമരിയ, ഷിഫാന. ഷിഫാനൊക്കെ പുസ്തകമില്ല, പിന്നീട് എഴുതിയാൽ മതി കേട്ടോ. എഴുതിയെടുത്തിട്ട്. ഓക്കെ. നെക്സ്റ്റ് ജുവൽ മരിയ എഴുതിയോ? ഓക്കെ. നാഫി, ഫർഹ ഫാത്തിമ, ക്രിസ്റ്റി ലിബിൻ, മുഹമ്മദ് ഷഖ്സാദ്. ഓക്കെ. ഹന്ന എന്തായി എഴുതിയോ? സയാനെ മോൻ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ? ആദ്യം മിസ് അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങ് അവിടെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ എഴുതി സെൻഡ് ചെയ്ത് തരാം. ആറ്റുവഞ്ചി നദീതീരത്ത് വളരുന്ന ഒരിനം മരുന്ന് പറഞ്ഞു. കടവ് എന്താ പറഞ്ഞ? കടവ് കടവ് മറുകര കടക്കാനുള്ള സ്ഥലം. തുഞ്ചത്ത് തുമ്പത്ത് അറ്റത്ത് മുത്തമിടുക ചുംബിക്കുക. ഇത്രയും അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു സയാനെ. അത് കഴിഞ്ഞ് ഉത്തരം കണ്ടെത്താന്നുള്ളതിൽ ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത് ആര്? ഓലീഞ്ഞാലിയാണ് ഓലത്തുഞ്ചത്ത് ഊഞ്ഞാലാടുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത്തത് കടവത്ത് ആലോലമാടുന്നത് എന്ത്? ആറ്റുവഞ്ചിയാണ് കടവത്ത് ആലോലമാടുന്നത്. സയാനെ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. ഓക്കെ. പിന്നെ മൂന്നാമത്തത് പറഞ്ഞത് പകർത്തി എഴുതുക എന്നുള്ളത് അതേപോലെ എടുത്ത് പകർത്തി എഴുതണം താഴത്തെ ലൈനിൽ. നെക്സ്റ്റ് നാലാമത്തെ വർക്കാണ് നമ്മളിപ്പോ പറയുന്നത്. മാറ്റി എഴുതാം. മാതൃക പോലെ മാറ്റി എഴുതാം. അതിൽ ഫസ്റ്റ് വൺ മുത്തമിടുക. അതിലുണ്ട് മുത്തമിടാം. ആടുക ആടാം. പാടുക ഇവിടെ എഴുതിയത് പാടാം. തുഴയുക തുഴയാം. കഴിഞ്ഞില്ലേ അതുവരെ? ഓക്കെ. നെക്സ്റ്റ് അഞ്ചാമത്തെ പറഞ്ഞോട്ടെ മിസ്? ജയാൻ പറഞ്ഞോട്ടെ? ഫിനിഷായോ അതുവരെ? ഓക്കെ. 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 നോട്ടിൽ എഴുതിയെടുക്കുന്നുണ്ട് അല്ലേ ഷിഫാന? ഓക്കെ ഗുഡ്. അപ്പൊ നെക്സ്റ്റ് അഞ്ചാമത്തത് അല്ലേ?
മാറ്റി എഴുതാം, മാതൃക പോലെ മാറ്റി എഴുതാം എന്നാണ് അല്ലെ. അതില് അക്കരെ മാതൃക തന്നിട്ടുണ്ട്, അക്കരെ എന്താ പറഞ്ഞത്? ഇക്കരെ. അപ്പൊ അങ്ങേ കൊമ്പത്ത് എന്നുള്ളത് എന്താണ് വരുക? എന്താ വരും മക്കളെ? ആർക്കൊക്കെ അറിയാം? എന്താ വരുവാലൻ? ഇങ്ങേ കൊമ്പത്ത്. ഓക്കെ, അങ്ങേ കൊമ്പത്ത് എന്നുള്ളത് ഇങ്ങേ കൊമ്പത്ത് എന്ന് എഴുതണം. എഴുതിക്കോ, ഇങ്ങേ കൊമ്പത്ത്. ഓക്കെ, എഴുതിക്കോ. എഴുതാനറിയോ ഇങ്ങേ കൊമ്പത്തെന്ന്? ഓക്കെ. അപ്പൊ ഇങ്ങേ കൊമ്പത്ത് എന്ന് പറയണം. അങ്ങേ എന്നുള്ളത് ഇങ്ങേ. ഈ എഴുതുക, ഏ എന്ന ചിഹ്നം ഇടുക, എന്നിട്ട് ങ്ങായിലെ കൂട്ടക്ഷരായ ഇങ്ങ, ഇങ്ങേ കൊമ്പത്ത്. ആരാണ് ബോർഡിൽ വരക്കുന്ന മക്കളെ? കൊമ്പത്ത്. മിസ്സിന് അവിടെ സാധനം ഇല്ലാത്തോണ്ട് താഴെ എഴുതിയാണ്. തായുടെ കൂട്ടക്ഷരം ഇത്ത. ഇങ്ങേ കൊമ്പത്ത്. മുഹമ്മദ് ഷെഖ്സാദെ വരക്കെല്ലാം. ഓക്കെ, മുഖം ഇങ്ങേ കൊമ്പത്ത്. അക്കരെ ഇക്കരെ അങ്ങേ കൊമ്പത്ത് എന്നുള്ളതിന് നേരെയാണ് ഇത് എഴുതേണ്ടത് നിങ്ങളിത്. ഇങ്ങേ കൊമ്പത്ത്. നെക്സ്റ്റ് അങ്ങേ തുഞ്ചത്ത്. എന്നിട്ട് എന്ത് എഴുതണം നിങ്ങള്? ഇങ്ങേ തുഞ്ചത്ത് അല്ലെ. ഈ കൊമ്പത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? തുഞ്ചത്ത് എഴുതണം. ഇത് എഴുതിയോ നിങ്ങള്? അപ്പൊ തുഞ്ചത്ത് അല്ലെ. അങ്ങേ ഇങ്ങേ കൊമ്പത്ത് എഴുതി ആദ്യത്തേന്. രണ്ടാമത്തെ ഇങ്ങേന്നും കൂടെ എഴുതണേ. മിസ്സയുടെ മായ്ക്കാതെ എഴുതി. താഴ്വ ഊച്ചിന്നിടുക, ഇഞ്ച ഇഞ്ച തുഞ്ച എത്ത. അറിഞ്ഞോണ്ട് എഴുതി കേട്ടോ. ഇങ്ങേ തുഞ്ചത്ത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താ? അങ്ങേ കടവത്ത് എന്നാണ് അല്ലെ. എന്തെന്ത് എഴുതണം? ഇങ്ങേ കടവത്ത് അല്ലെ. ഈ തുഞ്ചത്ത് എന്നിടത്ത് കടവത്ത് നോക്കണം അല്ലെ. ഇങ്ങേ തുഞ്ചത്ത് എന്ന് എഴുതി കഴിഞ്ഞോ? നാഫി എഴുതിയ മോനെ? എല്ലാം ഫിനിഷ് ആയി എഴുതി. ഈ അഞ്ചാമത്തെ വർക്ക് മുഴുവൻ എഴുതിയോ? അങ്ങേ കൊമ്പത്ത് നിലയിൽ നേരെ എഴുതണം എന്ത്? ഇങ്ങേ കൊമ്പത്ത്. അങ്ങേ തുഞ്ചത്ത് നിലയിൽ നേരെ എഴുതണം ഇങ്ങേ തുഞ്ചത്ത്. ഇനി അങ്ങേ കടവത്ത് നിലയിൽ എന്ത് എഴുതണം? ഇങ്ങേ കടവത്ത്. ഇങ്ങേ കടവ. തായുടെ കൂട്ടക്ഷരം ചന്ദ്രക്കര. എഴുതിയോ? അപ്പൊ ഇങ്ങേ കടവത്ത്. അഞ്ചാമത്തത് കംപ്ലീറ്റ് ആയോ? ദേ ഫ്ലൂ കംപ്ലീറ്റ് ആയോ? ഫ്ലൂ ഓക്കെ. ഓക്കെ, അപ്പൊ 5 ഫിനിഷ് ആയോ എല്ലാവർക്കും? അപ്പൊ ഇത് ഫിനിഷ് ആയെങ്കിൽ ഫിനിഷ് ആയോ എല്ലാവർക്കും? ഫിനിഷ് ആയെങ്കിൽ അടുത്തത് എന്ത്? 6 എന്താണ്? നിറം കൊടുക്കാം എന്നാണ് അല്ലെ. നിറം കൊടുക്കാൻ. ഓലത്തുമ്പത്ത് ഇങ്ങനെ ഊഞ്ഞ്
ഊഞ്ഞാലാടി നിൽക്കുന്ന ഒരു കിളിയുടെ ചിത്രമുണ്ട് അല്ലേ അവിടെ. അപ്പൊ അതിന് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കണം. ഇപ്പൊ ചെയ്യണ്ട അതല്ലേ, ക്ലാസ് ടൈമില് സമയം പോകൂലേ നമ്മളെ അല്ലേ. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഏഴാമത്തെ എന്താണ്? ചൊല്ലി രസിക്കാം അല്ലേ. ചൊല്ലി രസിക്കാം. ചൊല്ലി രസിക്കാം എന്നുള്ളത് എന്താണ്? ഒന്ന് നമുക്ക് പാടി നോക്കാം അല്ലെ. എല്ലാവരും ശ്രദ്ധിക്കണേ. ആടാടുണ്ണി ആടാട്, അങ്ങോട്ടിങ്ങോട്ടാടാട്, ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്, ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട്. ചൊല്ലി രസിച്ചോ? മിസ്സിന്റെ കൂടെ പാടിക്കോ. എല്ലാരും പാടിക്കോ. ആർ യു റെഡി? യെസ് ആണോ മക്കളെ? ഓക്കെ ഓക്കെ. എന്നാ പാടിക്കോ. ആടാടുണ്ണി ആടാട്, അങ്ങോട്ടിങ്ങോട്ടാടാട്, ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്, ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട്. പാടുന്നില്ലേ ഷിഫാന? ഫർഹ ഫാത്തിമ? ഓക്കെ. അപ്പോ ആടാടുണ്ണി ആടാട്, അങ്ങോട്ടിങ്ങോട്ടാടാട് അല്ലെ. എന്താ പറയുന്നത്? ആടാടുണ്ണി ആടാട്, അങ്ങോട്ടിങ്ങോട്ട് ആടാട് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടാട്. എന്താ പറഞ്ഞേ? ചാഞ്ചാടുണ്ണി ചാഞ്ചാട്, ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട്. ഹന്നേല ആടിക്കൊണ്ട് പാടുന്നു. ആടാടുണ്ണി ആടാട്, അങ്ങോട്ടിങ്ങോട്ടാടാട്, ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാട്, ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട്. പഠിച്ചോ? എല്ലാ മക്കളും പഠിച്ചോ? ഓക്കെ. നാല് ലൈനേ ഉള്ളൂ. എല്ലാരും പാടി നോക്കണേ. ആടി രസിച്ച് പാടണം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ പാഠം ക്ലോസ് ആയി അല്ലേ, കഴിഞ്ഞു അല്ലേ. അപ്പോ അടുത്ത ദിവസം നമുക്ക് വേറെ പാഠം എടുക്കാം. അതിനു മുമ്പേ നമ്മള് എല്ലാ മക്കളും വായിച്ചിട്ടുണ്ടായിരുന്നു അത്. നമ്മളെ ഈ പാട്ട് ആകാശത്ത് മുത്തമിടാമിന്റെ പാട്ട് എത്ര പേര് വായിച്ചു? ഒന്ന് കൈ കാണിച്ചു മിസ്സിനെ. 1 2 3 4. ഹന്നയെല്ലാം വായിച്ചോ? 5 6 7. 3 ആള് വായിച്ചിട്ടുണ്ടായിരുന്നു ഈ പാട്ട്. ക്ലാസ് ഒന്നും വായിച്ചോ? ഓക്കെ. ഇപ്പൊ ആരാ ഒന്ന് വായിക്കുന്നേ നല്ല വൃത്തിക്ക്? ജുവലാ? ഓക്കെ, ജുവൽ ഒന്ന് വായിച്ചേ. ആകാശത്തു മുത്തമിട, അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല്, ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിട, അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്താലിൽ ഓലേ ഞാലിപ്പൂഞ്ഞാല്, ആളത്തുമ്പത്തുഞ്ഞാലടിക്കാറ്റിൻ കൈകൾ മുത്തമിട, അങ്ങേ കടവത്തിങ്ങേ കടവത്താറ്റു വഞ്ചിക്കാലോല, ആടാതുടയ ആനന്ദത്തോടക്കരെ ഇക്കനെ മുത്തമിട. ഓക്കെ. നെക്സ്റ്റ് മിൻഹാജ്. ആകാശത്തൊരു മുത്തമിടാം, അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല്, ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം, അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്ത് ഓലേ ഞാലിക്കൂഞ്ഞാല്, തോലെ ഞാലി കൊമ്പത്ത് കൂഞ്ഞാല്, ഓലേ ഞാലി, ഓലത്തുമ്പത്തൂഞ്ഞാലാടി, ഓലത്തുമ്പത്തൂഞ്ഞാലാടി, കാറ്റി കൈകളിൽ മുത്തമിടാം, കാറ്റിൻ കൈകളിൽ മുത്തമിടാം, അങ്ങേ കടവത്തിങ്ങേ കാറ്റുവഞ്ചി കാലോലം
ആലോലം അങ്ങേ ആടാം തുഴയാം. ആടാം തുഴയാം ആനന്ദത്തോടക്കര ഇക്കര മുത്തമിടാം. ഓക്കെ, നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് എറിക്. ഓക്കെ, ആകാശത്തൊരു മുത്തമിടാം അങ്ങേ കമ്പത്തിങ്ങേ അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞ, അങ്ങനെ പാട്, അപ്പൊ കിട്ടും. ആടാം അങ്ങേ കമ്പത്തിങ്ങേ കൊമ്പത്താം പാടാം ആനന്ദത്തോടക്കര ഇക്കര ആകാശത്തൊരു മുത്തമിടാം. അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടക്കര ആകാശത്തൊരു മുത്തമിടാം അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ഓലഞ്ഞാലിക്കൂഞ്ഞാല് എന്നല്ലേ? ഓലഞ്ഞാലിക്കൂഞ്ഞാൽ ഊഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം അങ്ങേ കടവത്തിങ്ങേ താറ്റു വഞ്ചിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കര ഇക്കര മുത്തമിടാം. ഓക്കെ, നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ആൻസൺ. ഓക്കെ, ആകാശത്തൊരു മുത്തമിടാം അങ്ങേ കൊമ്പത്തിങ്ങേ കൊമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്താലും ഓലഞ്ഞാലിക്കൂഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം അങ്ങേ കടവത്തിങ്ങേ താറ്റു വഞ്ചിക്കലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കര ഇക്കര മുത്തമിടാം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അമന്ന. ആകാശത്ത് മുത്തമിടാം അങ്ങേ കമ്പത്തിങ്ങേ കമ്പത്താലിൻ കൊമ്പത്തൂഞ്ഞാല് ആടാം പാടാം ആനന്ദത്തോടാകാശത്തൊരു മുത്തമിടാം അങ്ങേ തുഞ്ചത്തിങ്ങേ തുഞ്ചത്തോലെ ഞാലിക്കൂഞ്ഞാല് ഓലത്തുമ്പത്തൂഞ്ഞാലാടി കാറ്റിൻ കൈകളിൽ മുത്തമിടാം അങ്ങേ കടവത്തിങ്ങേ കടവത്താറ്റു വഞ്ചിക്കാലോലം ആടാം തുഴയാം ആനന്ദത്തോടക്കര ഇക്കര മുത്തമിടാം. അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ടൈം തീരാറായി മക്കളെ. ഒരുപാട് പേര് പാടാനുണ്ട് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ പാടാം? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാടാം അല്ലേ? ഓക്കെ, ബൈ, see you.